ഹലോ ഗായ്സ്, എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എത്തിയിരുന്നത് ഗെയിമായിട്ടാണ്. അത് ഗൈസ്, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചു ഗൈസ്. ഇവിടെ ഒന്നുമല്ല, അങ്ങ് ദൂരെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് വാങ്ങി ഗൈസ്. അപ്പം ഇന്ന് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞു, ഇവിടുത്തെ സാധനമൊക്കെ തീർന്നു. അപ്പം നമുക്ക് എന്തായാലും സൂപ്പർ മാർക്കറ്റിലൂടെ അമ്പസണം കാർഡ് എടുത്തോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ചെറുതാണ് ഗൈസ്. സൂപ്പർ മാർക്കറ്റ് പ്രത്യേകം ഉണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ അപ്ഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ. ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഇവിടുന്ന് നമുക്ക് ഇപ്പം ട്യൂട്ടോറിയൽ വരികയാണെങ്കിൽ എങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താം. സ്പെഷ്യൽ സ്ഥലമാണ് അതുകൊണ്ടാണ്. നമ്മുടെ എന്തായാലും $50 ഉണ്ട് ഗൈസ്. $50 വെച്ച് നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് അത് നമുക്ക് മാർക്കറ്റിൽ പോയിട്ടോ. നമുക്ക് ആദ്യത്തെ സീരിയലും ലൈസ്ഡ് ബ്രെഡും ഫ്ലോറും വാങ്ങിക്കാൻ ഇല്ല ഗൈസ്, തികയത്തില്ല. രണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ തന്നെ ഫുള്ളായി. വാങ്ങിക്കാൻ ഗൈസ് നമ്മൾ കടയൊക്കെ സെറ്റാക്കി നേരത്തെ ഷെൽഫൊക്കെ വെച്ച് ചെക്കൗട്ട് കൗണ്ടറൊക്കെ വെച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ സെറ്റാക്കി. ഫാസ്റ്റ് ഡെലിവറിയാണ് ഗൈസ്. നമ്മുടെ സാധനമൊക്കെ നമ്മൾ പെട്ടെന്ന് എത്തിക്കും. ഇത് ചെയ്യാനാ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. പുതിയ വീഡിയോസ് വെറൈറ്റി ഗെയിം പ്ലേസ് വരുന്നതായിരിക്കും. അയ്യോ, ഈ കട നടത്തുന്ന എന്തൊരു പാടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും ഗൈസ്. നമുക്ക് എന്തായാലും സാധനമൊക്കെ എടുത്ത് വെച്ച് നമുക്ക് നോക്കാം. അതാ പകുതി താഴെ പോയിടും. അത് പിന്നെ താഴെ പോയി. ഓക്കെ ഗൈസ്, ഓക്കെ, സെറ്റാണ്. ഇതിങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പ്രൈസ് വെച്ച് ചെയ്യാം ഗൈസ്. നമുക്ക് സാധനമൊക്കെ നല്ല കച്ചവടം വേണം. എത്ര ഗൈസ് നമ്മൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? അറിയില്ല ഗൈസ്. നമുക്ക് മാർക്കറ്റ് പ്രൈസ് 3.96 രൂപയാണ് ഗൈസ്. നമുക്ക് ബ്രെഡിന് നമുക്കൊരു 4.50 പറ്റാണ് ഗൈസ്. ബ്രെഡൊക്കെ എല്ലാവരും തിന്നുന്ന സാധനമാണ്. പിന്നെ സിറിയൽസും എല്ലാവരും അവന് മിക്കവാറും മാർക്കറ്റ് പ്രൈസ് 5.98 ഗൈസ്. നമുക്ക് 6.98 വെക്കാം. നമുക്ക് ഇച്ചിരി കൂട്ടിയിടാം ഗൈസ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കച്ചവടം നമുക്ക് അടിപൊളിയായിട്ട് നടക്കണം. നമുക്ക് പ്രോഫിറ്റ് കുറേ വേണം. പിന്നെ നമുക്ക് നല്ല നല്ല സാധനം വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത സാധനമൊക്കെ വാങ്ങിക്കാം ഗൈസ്. ഇവിടെ നമുക്ക് കസ്റ്റമറിനെ ഒക്കെ ഇവിടെ കയറാൻ പറ്റുന്നില്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. കസ്റ്റമർ വന്നു, പൈസയാണ് ഗൈസ്. നമുക്ക് ബാക്കി കൊടുക്കണം. 8 രൂപ 52 പൈസ ബാക്കി കൊടുക്കണം ഗൈസ്. 5, 6, 7, 8, 52 പൈസ. 52. ഓ, ഇത് പൈസ $2 ഗൈസ്. അങ്ങനെ നമ്മൾ കടയുടെ ഉദ്ഘാടനം അടുത്ത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെന്തോ ഒരു സാധനം ഇവിടെ എന്തോ കാണിക്കും. ഇത് ചെക്കൗട്ട് ക്ലോസ്ഡ്, പ്ലീസ് യൂസ് നെക്സ്റ്റില്ലേ. ഓക്കെ, അതായിരുന്നു. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. നമുക്ക് കച്ചവടമൊക്കെ പുതിയ കടയാണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും വരുന്നുണ്ട്. സാധാ പുതിയ കടയാകുമ്പോൾ ആരും അധികം വരാതിരിക്കുകയാണ് വിഷയം. എന്താ വരയ്ക്കാത്ത ചേച്ചി ആ സീരിയലൊക്കെ എടുത്തോണ്ട് പോകാൻ എന്ത് ബ്രെഡ് മാത്രമായിട്ട് വാങ്ങിക്കൊണ്ട് പോയേ. കഷ്ടമെന്ന് പറയാം. പോയിട്ട് ഇവിടെ ഇത്ര സാധനം ഇരുന്നിട്ട് വേണ്ട. കാരണം ബ്രെഡ് കൂടെ വാങ്ങിച്ചു, നല്ല സാധനമൊക്കെ വാങ്ങിച്ചു തിന്നി. 6. ഓക്കെ, കസ്റ്റമേഴ്സ് വരട്ടെ. നമുക്ക് ഇവിടെ എനിക്ക് ഇത് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്തായാലും അറേഞ്ച് ചെയ്യാം. നമുക്ക് 25 കസ്റ്റമറിനെ ചെക്കൗട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാവരും വരൂ. കട 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 ഒന്ന് പുതിയ കട, വിലക്കുറവുണ്ട്. എല്ലാവരും വരൂ. വിലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ഗൈസ്. മറ്റേതൊക്കെ പറ്റിക്കണ്ടേ. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിടാം ഗൈസ്. കാരണം എനിക്കൊരു കംഫർട്ട് കിട്ടുന്നില്ല അവിടെ വെച്ചിട്ട്. ഓക്കെ, ആ സീരിയൽ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് എടുത്തോളൂ. ഇന്ന് ആർക്കൊരു ഉത്തരവാദിത്തമില്ല. ഒരു കട വെച്ചിട്ട് അതിൽ നിന്ന് സെറ്റാക്കാന്ന് പറഞ്ഞാൽ ഇത് $10 ബസ്സിനും അല്ല $15 ബസ്സിനും തിരിച്ചു വരുന്നുണ്ട്. ഉണ്ട്, എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. നമുക്ക് പതുക്കെ കൊണ്ട് ഓരോരുത്തരെയൊക്കെ ഹയർ ചെയ്യണം ഗൈസ്. പൈസ തരുന്ന വലിയ കഷ്ടം കേട്ടോ. $3.52. എന്താ 52 വഴി. അടുത്തോളന്ന് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല ഗൈസ്. ചെക്കൗട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. കയറാൻ നോക്ക്. ഇവിടെ ഓക്കെയാണ്. ഇതെനിക്ക് ഓക്കെയാണ്. അതെന്തോ എനിക്ക് കാരണം നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോഴേ 52 കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു രീതിയിലില്ലേ. നമുക്ക് ചെക്കൗട്ട് വന്ന് കയറിയിട്ട് നമുക്ക് ഇവിടെ ഇത്ര സാധനമൊക്കെ നേരത്തെ ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കുമ്പോഴൊക്കെ അടിപൊളിയായിരിക്കും ഗൈസ്. പിന്നെ ഇവിടെ ആൾക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലക്കുറവാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പെട്ടെന്ന് സെറ്റാക്കുമ്പം ഇതൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. $5 സെന്റ് നോക്കട്ടെ. എടുത്താലോ.
ബ്രെഡ് തീർന്നില്ല ഗൈസ്. ബ്രെഡ് എന്തായാലും എടുക്കാത്തെന്ന് അറിയത്തില്ല ഗൈസ്. നല്ല സാധനം ആർക്കും വേണ്ട. നമ്മൾ ഈ കട തുടങ്ങി നമ്മളെ പൈസ ഒന്നും എല്ലാം സെറ്റ് ആകാനുണ്ടെങ്കിൽ ആരും പൈസ തരുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗൈസ്. നമുക്ക് 100 സബ്സ്ക്രൈബറായി നമ്മളെ ഗീവ് അവേ നമ്മൾ നടത്തിയായിരുന്നു. 100 രൂപയുടെ റെഡീം കോഡ്. അത് നമുക്ക് അതിന്റെ വിന്നറെ നമുക്ക് കിട്ടി ഗൈസ്. നമുക്ക് നമ്മൾ ലൈവ് ഇട്ടപ്പോൾ അതിനകത്ത് വിന്നർ ആരാന്ന് നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഞാൻ അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഷോർട്സ് ആക്കി ഇട്ടപ്പോൾ എനിക്ക് ആ തണ്ടർ കട്ട്സ് എന്ന് പറഞ്ഞ ആൾ എനിക്ക് തന്നായിരുന്നു, ഇൻസ്റ്റ ഐ ഡി തന്നു. അപ്പം നമുക്ക് വിന്നറെ കിട്ടി. അപ്പം ഇനി നമുക്ക് വേറെ അടുത്ത വീഡിയോ ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ 250 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരു ഗീവ് അവേ നടത്തുന്നു ഗൈസ്. അത് ചിലപ്പോൾ ഒരാൾക്കായിരിക്കും 250, ചിലപ്പോൾ 2 പേർക്ക് കിട്ടും, പറയാൻ പറ്റത്തില്ല ഗൈസ്. 250 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മൾ അടുത്ത ഗീവ് അവേ നടത്തുന്നതായിരിക്കും. 4 ഛെ, 4.50 പോകുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നു. 4.50 കാർഡ് കൊണ്ടുവരുന്നവർക്ക് പിന്നെ എളുപ്പമുണ്ട് ഗൈസ്. പൂർത്തി ഇങ്ങോട്ടാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം നല്ലോണം ഓടുന്നുണ്ട് ഗൈസ്. പേരൊന്നും പറ്റില്ല. നമുക്ക് ഇനി ഇതൊക്കെ അൺലോക്ക് ചെയ്യണം. സ്റ്റോറേജൊക്കെ ഇതൊക്കെ തുറക്കാൻ പറ്റില്ല. സ്റ്റോറേജൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കടയൊക്കെ വലുതാക്കണം. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വേണം ഗൈസ്. നമുക്കിവിടെ കച്ചവടം നടത്തണമെങ്കിൽ പ്രൊഡക്റ്റ് ലൈസൻസ് വേണം. ആദ്യത്തെ പ്രൊഡക്റ്റ് ലൈസൻസ് നമുക്ക് കുറച്ച് ഐറ്റംസേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് ഒക്കെ വാങ്ങിച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കണം. നമുക്കൊരു വലിയൊരു മാളാക്കി എടുക്കണം ഗൈസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. $38 52 സെന്റ്. ഈ പൈസ എടുത്തു കൊടുക്കണം ഭയങ്കര പാടാണ്. എന്താ കിട്ടില്ല. കാർഡ് വാങ്ങിയാൽ മതി. 4.50. ഗെയിമിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആണ്. പ്ലേ സ്റ്റോറിലും കിട്ടും, ആപ്പ് സ്റ്റോറിന്റെ ആയിരിക്കും തരത്തില്ല. പ്ലേ സ്റ്റോറിൽ പൈസ ഇല്ല. ഞാൻ കാർഡ് വരയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, പൈസ തന്നിട്ട്. നമ്മുടെ ബ്രെഡ് തീർന്നു ഗൈസ്. ഒരു മിനിറ്റ്, താഴെ ഈ ഷെൽഫാണ്. ആ ഓ 2 എണ്ണം. 2 സീരിയൽസ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോയി. എന്തോ ചോക്കോപ്പ് ചെയ്യണത്തുണ്ടോ പൈസ ചെയ്യാൻ പൈസ വന്നിട്ട് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുവോ. ഓക്കെ, എക്സ്ട്രാ പൈസ മതി. ഓക്കെ, നമ്മൾ $131 ഒരു സീരിയലുകൊണ്ട് ആരാന്ന് വെച്ചാൽ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കട അടയ്ക്കുന്ന എനിക്ക് ലൈറ്റ് ഇടാൻ കേസ് ഒരു വട്ടക്കുറവ്. ലൈറ്റ് കണ്ടെന്നൂടെ ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എന്നാ കട അടച്ച് ഇറങ്ങിപ്പോയിക്കോ. കടയിലെ സാധനമൊക്കെ തീർന്നു ഗൈസ്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ണൂരൊന്നും നോക്കണ്ട, അവിടെ ഒന്നും കിട്ടത്തില്ല ഗൈസ്. നമ്മുടെ കട നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് നമ്മൾ ഹോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്ന് കയറുന്ന പൊട്ടന്മാര്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് ആ സൈഡ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ട് നീക്കി വെക്കാം. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടേ അടുത്ത കുറച്ച് ഷെൽഫൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ ഗൈസ്. അയ്യോ, ഓക്കെ ഗൈസ്, ഇവിടെ സെറ്റ് ചെയ്ത്. ഓ, രാത്രി എന്നാടാ ഞാൻ ലൈറ്റ് ഇട്ടല്ലേ, പിന്നെ ലൈറ്റ് കറണ്ട് ഇല്ലാത്തത്. അല്ല, ലൈറ്റ് ഇല്ലാത്തത്. ലൈറ്റ് ഇട്ട് എന്താ വെട്ടമില്ലാത്തത്. ഇത് നമ്മൾ നീങ്ങാൻ പറ്റും. ഇത് പ്ലേസ് ചെയ്യാൻ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ലൈറ്റ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ? ഇല്ല ഗൈസ്, ലൈറ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. ലൈറ്റ് ഇട്ടാൽ കൊണ്ട് വെട്ടമില്ല രാത്രി. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊന്ന് സെൽഫോൺ സ്റ്റോക്ക് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഗൈസ്. നമുക്ക് എന്തോ സാധനം വന്നിരിക്കുന്നു. ഓക്കെ, മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഒരു സീരിയലും ഒരു സ്ലൈസ്ഡ് ബ്രെഡും ഒരു ഫ്ലോറും. ഓക്കെ ഗൈസ്, ഒരു ഓയില്, ഒരു പാസ്ത, ഒരു ഷുഗർ, ഷുഗർ ഗൈസ്. ഗൈസ്, അപ്പം നമുക്ക് ഫസ്റ്റ് ഓർഡർ ഇത്രയും പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം അത് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകും. നമുക്ക് $93 ക്ലോസ്ഡ് ആഫ്റ്റർ 9. ഓക്കെ ഗൈസ്, കട ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ കട ക്ലോസ് ചെയ്തിട്ടുണ്ട്. രണ്ട് പേര് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ട് പോയി.
15 പേർക്ക് സാറ്റിസ്ഫൈ ആയിരുന്നു. നമ്മൾ 18 കസ്റ്റമർ വന്നു. അതെ, യു റിസീവ് ഡെയിലി ബിൽസ് സ്റ്റാർട്ടിങ് ടുഡേ. മേക്ക് ഷുവർ ടു പേ ദ ബിൽസ് യൂസിങ് ഇലക്ട്രിക് ഡിവൈസ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ബില്ല് എക്സ്പെൻസീവ് ആയി. പെർഫോം ചെക്കൗട്ട്. ഞാൻ സാധനം വാങ്ങിയിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഈ ഓർഡർ ചെയ്ത സാധനം ഇത്ര സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഇല്ല. ഫർണിച്ചറിനകത്ത് നിന്ന് നമുക്ക് പോയി ഒരു ഷെൽഫ് വാങ്ങിച്ചാലോ? വേണ്ട, ഉള്ള സാധനം ആദ്യം പറ്റില്ല. കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നമുക്ക് ഷെൽഫൊക്കെ വാങ്ങിയോ. സാധനമൊക്കെ വന്ന പെട്ടെന്നായിരുന്നു. ഫസ്റ്റ് നമ്മുടെ സൂസു ഷുഗർ. നമുക്ക് ഇതൊക്കെ നമുക്ക് നോക്കിയ ഗൈസ്, ഭാവിയിൽ നമ്മൾ ബൾക്കായിട്ടല്ലേ എടുക്കും. നമ്മുടെ ചെറിയ കടയാണ്ട് മാത്രം നമ്മൾ പിച്ചിക്ക് വെച്ച് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം നോക്കി ഗൈസ്, ഈ കട ഭയങ്കര വലുതാവും, നമ്മുടെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കും. എന്ന് എൻ്റെ കടയിൽ കയറി എക്സ്പെൻസീവാന്ന് പറഞ്ഞവരെല്ലാം ഞാൻ പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ടുണ്ട്. ഇന്ന് രണ്ടുപേര് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ ലോകത്തൊന്നുമില്ലാത്ത പൈസയ്ക്ക് സാധനം വയ്ക്കുമ്പോൾ നോക്കിയോ. എനിക്കിപ്പോഴും മനസ്സിലാത്ത മാർക്കറ്റ് പ്ലേസ് അത്രയും കിടക്കും. പിന്നെ ആരൊക്കെയാണ് ഇവിടൊക്കെ വന്ന് വാങ്ങിക്കുന്നത്? മാർക്കറ്റ് പ്ലേസിനെക്കാട്ടും കൂട്ടിയാണ് നമ്മൾ ശരിക്കും ഇടുന്നത്. ഓക്കെ, നീ എത്ര വട്ടി ഇടാം? 2 വട്ടി ഇടാൻ വെച്ചാൽ അത് ബ്രെഡും സിറിയലും ഉണ്ട്. ഇതെന്നതാ ബ്രെഡ്. ഒരു ഷെൽഫ് പോലും ഇതുവരെ മറന്നില്ല ബീസ്. ഓക്കെ, ബ്രെഡ് വെച്ചു. ഒരു പെട്ടിയോടെ വാങ്ങിക്കാം. $40 ഉള്ളൂ ബീസ്. ഇത് വയ്ക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡോളർ കിട്ടുമെന്ന് തോന്നുന്നു. ഇത് വെച്ച് നമുക്ക് കട എക്സ്റ്റെൻഡ് ചെയ്യണം. ബില്ല് അടയ്ക്കണം കൈസ്. ബില്ല് വല്ലതും വന്ന് കിടപ്പുണ്ടെന്ന് ഗൈസ്. പുതിയ നമുക്ക് ഇതൊക്കെ തന്നില്ല. ചിലപ്പം നാളെ ആയിരിക്കും ബില്ല് വരുന്നത്, പറയാൻ പറ്റത്തില്ല. സൂപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങി കഷ്ടപ്പെടാൻ പറ്റും. ജീവിതം പണിയെടുക്കണം ഗൈസ്. എവിടെടാ ബില്ല് അവിടെ കിടക്കുന്നത്? ബാങ്കിനകത്താണ്. ഇൻസ്റ്റാൾ മാർക്കറ്റിലാണ്. പ്രക്യൂർഡ് ലൈസൻസ് കൗണ്ട് 3. അതെന്തോ സംഭവം? ടേബിൾ ടു പ്ലേസ് ഓർഡർ ഫോർ സ്കാനിങ് ഉള്ളത്. ഓക്കെ, മറ്റേ ലേബൽ സ്കാൻ ചെയ്യുന്ന സാധനം മാനേജ്മെന്റിനകത്താണ്. ബിൽസ് ഇവിടെ ആൾ ബിൽസ് ആർ പെയ്ഡ്. ഓക്കെ, ബില്ലൊന്നും ഇല്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ കട തുറക്കാൻ കഴിച്ചു. നമുക്ക് 25 ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കട്ടെ. നമ്മൾ ഇങ്ങനത്തെ ബോറായി പോയോ? നിങ്ങൾ കമന്റ് ചെയ്യേ. ഇങ്ങനെ ചെക്കൗട്ട് കൗണ്ടർ ഇട്ടത് ബോറായി പോയിരിക്കുന്നു. കാരണം എനിക്ക് ഇത് ഇങ്ങനെ ഇട്ടപ്പോൾ എന്തോ ഇത് തോന്നി, കൊള്ളാൻ തോന്നി. ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ഇങ്ങനെ ഇന്നപ്പോഴും വാങ്ങിയിടും. ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ടും. ആരും വരുന്നില്ല, കട തുറന്നില്ലേ? ഓപ്പണാവുന്നുണ്ട്, ആരും വരുന്നില്ല ഗൈസ്. എല്ലാവരും വരൂ. കട സൂപ്പർ മാർക്കറ്റ് നമ്മൾ പുറത്തിടുന്നതിനായിട്ടും വില കുറവിൽ ഇവിടെ സാധനങ്ങൾ ലഭ്യമാണ്. എല്ലാവരും വന്ന് സാധനം വാങ്ങിക്കുക, സന്തോഷത്തോടെ വിറ്റിപ്പോകുക. പരസ്യമൊക്കെ കൊടുക്കണം ഗൈസ്, കുറെ പൈസ കിട്ടി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ ഉടുപ്പൊക്കെ കീഴിയത് പിച്ചക്കാരൻ വന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. എന്തോ പിച്ചക്കാരന്മാരൊക്കെ ഇപ്പം സൂപ്പർ മാർക്കറ്റിലും സാധനം എന്താ അങ്ങനെ ഉടുപ്പൊക്കെ കീറിയിരിക്കുന്നു. സെറ്റിങ് എ പ്രൊഡക്റ്റ് വിത്തൗട്ട് സീൽ. അയ്യോ ഗൈസ്, ഞാൻ പൈസ വെക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ പൈസ വെക്കാൻ മറന്നുപോയി. ഈ സാധനം ഇപ്പൊ എന്തായാലും വിൽക്കണമല്ലേ? എടാ എന്റെ പൈസ പോയടാ. എടാ പിച്ചക്കാരൻ വന്ന് എന്റെ പൈസ പോയടാ. എടാ ഞാൻ സാധനം വെച്ച് പൈസ വെക്കാൻ മറന്നുപോയി ഗൈസ്. 3 രൂപയുടെ സാധനം ഞാൻ 0.9 കൊടുത്തത്. നമുക്ക് 4.50 വിൽക്കാം ഗൈസ്. ഇതിനെത്ര ഷുഗർ? 4.83. നമുക്ക് 5.6 വിൽക്കാം ഗൈസ്. ഓയിലിന് എത്ര? ഓയിലിനൊക്കെ വില ആണ്. 4.50. 5.50 ഒരു രൂപ. 4 രൂപ. ഷുഗറിന് 3.7 ഉള്ളൂ. നമുക്ക് 4.25 വിൽക്കാം ഗൈസ്. ഇതിന്റെ പൈസ മാറ്റമൊന്നുമില്ലല്ലോ. എത്ര? 3.96. ഇതിനാ 5.9. ഓക്കെ, സോ അതെല്ലാം കറക്റ്റാ. എടാ എന്നാലും എൻ്റെ ഒരെണ്ണത്തിന്റെ പൈസ അങ്ങ് പോയടാ. കുഴപ്പമില്ല ഗൈസ്, ഇത് ചെയ്യാനാണ്. പൈസ സെറ്റ് ചെയ്യാൻ മറന്നു ഗൈസ്. എന്റെ കഷ്ടകാലത്ത് ഞാനത് പൈസ സെറ്റ് ചെയ്തു. ഇത്രയും സാധനം ഇവിടെ വെച്ചിട്ട് ഇന്നലെ വരെ വരുന്ന ബ്രെഡ് വാങ്ങിക്കണം. ഞാൻ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ സാധനം വാങ്ങിച്ചിട്ടൊക്കെ വാങ്ങിക്കാനോ? എന്താ ഗൈസ്, ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഓക്കെ ഗൈസ്, ആരാണ്ട് വന്നു. ഇങ്ങനെ ഇരിക്കാം. കസ്റ്റമേഴ്സൊക്കെ തിരുതിരാന്ന് കയറട്ടെ. തിരുതിരാന്ന് എക്സ്പെൻസീവാ. പാസ്ത ഇറങ്ങിപ്പോയി ഗൈസ്. ഒരു എക്സ്പെൻസീവാന്ന് പറഞ്ഞിട്ട് പാസ്തയ്ക്ക് എന്തോ എക്സ്പെൻസീവ്. ഞാൻ നോക്കട്ടെ. 22.4.
ഗൈസ് ഞാൻ അബദ്ധത്തിൽ അയച്ചോ വല അങ്ങനെ മാറ്റിയിട്ടോ വലിയ വാസ്ത വലിയ വാസ്ത അതോ ഗൈസ് 4.50. ഓ 3.12 ഉള്ളു ഗൈസ്. നമുക്ക് 4-ന് ഇരിക്കാം. എന്തോ പറ്റിയേട്ടാ ഇറങ്ങി പോന്നെ? ആ പൊട്ട എന്തോ പറഞ്ഞിട്ടാടാ പോയെ? ഞാൻ കണ്ടില്ല. വേറെ ഒന്നും എക്സ്പെൻസീവ് വരില്ല. ഞാൻ 3 എത്ര 5-ന് മേലോട്ടാണെന്ന് പറഞ്ഞ് ഞാൻ സ്വിച്ച് ചെയ്തത്. ഇപ്പൊ സ്ലൈസ്ഡ് ബ്രെഡ് ഈസ് ടു എക്സ്പെൻസീവ്. ബ്രെഡിന് വില കുറഞ്ഞു. 3.96 ആണല്ലോ. 4.25 വിൽക്കാൻ ഗൈസ്. ഇവിടെ ഇവര് എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. തോനെ പേര് എക്സ്പെൻസീവ് ആന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആളും കണ്ട എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. വാട്ട് ഈസ് ദിസ്? ഇന്നലെ വരെ അവന് ആ പൈസക്ക് അത് വാങ്ങിക്കാൻ കുഴപ്പമില്ലായിരുന്നു. ഇന്നാ ഇപ്പൊ അവന് എക്സ്പെൻസീവ്. ഗൈസ് ഇങ്ങനെയൊന്നും കാണുമ്പോൾ വില കുറയ്ക്കരുത്. പിന്നെ ഞാൻ എന്റെ മനസ്താപം കൊണ്ട് ഞാൻ കട ഉടമയായതുകൊണ്ട് ഞാൻ വില കുറച്ച് വാങ്ങുന്നതാണ്. ഭാവിയിൽ ഇവിടെ ഞാൻ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ എന്തോ ചെയ്യും നിങ്ങളൊക്കെ? ഗൈസ് നമ്മുടെ കടയിൽ സാധനം വാങ്ങിക്കുള്ളവരെല്ലാം വരിക. നമുക്ക് ലൈറ്റ് ഇട്ട് എടുത്തേക്കാം ഗൈസ്. കറണ്ട് ബില്ല് വേണ്ട. കറണ്ട് ബില്ല് കൂടുതലല്ലേ, രാത്രി ഇട്ടാൽ മതി. ആരും ഇന്ന് വെച്ച സാധനം അധികം വാങ്ങി. അയ്യോ ഒന്നും കൊടുക്കായിരുന്നു. ഞാൻ പിടിച്ച് എൻ്റർ ചെയ്തു. ഞാൻ വിചാരിച്ചു എന്റെ പൈസ പോയത്. അല്ല എനിക്ക് ഇങ്ങോട്ട് കിട്ടത്തില്ലല്ലോ പൈസ. അപ്പൊ കുഴപ്പമില്ല. അവനൊന്നും കൊടുക്കാനില്ലായിരുന്നെന്നാണ് തോന്നുന്നത്. അങ്ങനെ വെച്ച നോക്കിയാൽ ആദ്യമായിട്ട് ഓയിൽ വാങ്ങിച്ച പൈസ കാർഡ് കൊണ്ടുവന്നു. $11. ഒരു എണ്ണ ഒരു മാവ്. പൊറോട്ട ഉണ്ടാക്കാനാ തോന്നുന്നു. ഉപ്പില്ലാത്ത ഉപ്പ് വാങ്ങിച്ചില്ല. ഓക്കെ 2 ഓർഡർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ 25 കസ്റ്റമർ ആവും. ഓക്കെ അത് കഴിയേണ്ട സമയമായി. കുറെ പൊട്ടന്മാര് വന്ന് വാങ്ങിക്കാതെ പോയോണ്ട് ഇതങ്ങനെ ഇരുന്നു പൈസ. ഓ ആ മാമ 2 ചോറും ഒരു എണ്ണ എടുത്തു പൈസ. ഓക്കെ അതും കാർഡ് $14. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ 25 8.2. ഓക്കെ ഗൈസ് നമ്മുടെ ഇന്നത്തെ 25 ഇത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് സൂപ്പർ മാർക്കറ്റ് സിനിമയുടെ വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ വീഡിയോ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ് ഗൈസ്.